ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരള സർക്കാരിന് കീഴിലുള്ള കേരള സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള ഒരു തൊഴിലവസരവുമായിട്ടാണ്. മൃഗസംരക്ഷണ വകുപ്പിൽ ഇപ്പോൾ 168 ഡ്രൈവർ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഏകദേശം 160ഓളം വെറ്റിനറി ഡോക്ടേഴ്സിന്റെ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അവർ ചോദിക്കുന്ന യോഗ്യത എന്താണ്, ഇതിന്റെ നിയമനം ഏത് രീതിയിലാണ് വരുന്നത്, എവിടെയൊക്കെയാണ് വേക്കൻസീസ് വരുന്നത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെ പറ്റിയൊക്കെ പെട്ടെന്ന് അറിയാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ദയവായി ആ ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി CMD ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൊബൈൽ വെറ്റിനറി യൂണിറ്റിലും മൊബൈൽ സർജറി യൂണിറ്റുകളിലും അവരുടെ കോൾ സെന്ററുകളിലേക്കുമായിട്ടാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. വിവിധ പോസ്റ്റുകളിലായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. വെറ്റിനറി സർജന്റെ 156 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇതിന് അവർ ചോദിക്കുന്ന യോഗ്യത BVSc ആണ്, അതായത് ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ഇൻ ആനിമൽ ഹസ്ബൻഡറി ആണ്. അതുമാത്രമല്ല, KSVCയിലുള്ള രജിസ്ട്രേഷനും വർക്കിംഗ് നോളജ് ഇൻ മലയാളം, അതുപോലെ ബേസിക് ആയിട്ടുള്ള LMV ലൈസൻസ് ആണ് വെറ്റിനറി സർജനുള്ള യോഗ്യത. 156 ഒഴിവുകളാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഉയർന്ന പ്രായ പരിധി അവർ പറയുന്നത് 60 വയസ്സാണ്. ഇതിന്റെ മന്ത്ലി സാലറി അവർ പറയുന്നത് 44,020 രൂപയാണ്. അടുത്തത്, മൊബൈൽ വെറ്റിനറി യൂണിറ്റിൽ തന്നെ ഡ്രൈവർ കം അറ്റൻഡന്റ് വേക്കൻസി വന്നിട്ടുണ്ട്. 156 ഒഴിവുകളാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റിലെ ഡ്രൈവർ പോസ്റ്റിന് വന്നിട്ടുള്ളത്. ഇതിന് അവർ ചോദിക്കുന്ന യോഗ്യത എന്ന് വെച്ചാൽ ഏബിൾ ബോഡിഡ് ഇൻഡിവിജ്വൽ, അതായത് നല്ല ശാരീരിക യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം. പ്ലസ് വാലിഡ് ആയിട്ടുള്ള ഒരു LMV ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമാണ് ഇതിന് അവർ ചോദിക്കുന്ന യോഗ്യത. അതായത് നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള യോഗ്യതകളുണ്ട്, മറ്റ് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല, പ്ലസ് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു 4 വീലർ LMV ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേക്കൻസീസ് നിങ്ങൾ കണ്ടോ, അത്യാവശ്യം നല്ല വേക്കൻസി വരുന്നുണ്ട്. 156 വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഉയർന്ന പ്രായപരിധി പറയുന്നത് 45 വയസ്സാണ്. ഇതിന്റെ സാലറി വരുന്നത് 20,065 രൂപയാണ്. മന്ത്ലി സാലറി ആണ് 20,065 രൂപയാണ് വരുന്നത്. ഈ 156 ഒഴിവുകൾ എന്ന് വെച്ചാൽ 152 ബ്ലോക്കിലും അതേപോലെ 3 കോർപ്പറേഷനിലും, തിരുവനന്തപുരം, കൊല്ലം, കൊച്ചിയിലും ഒരു മുനിസിപ്പാലിറ്റി, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലുമായിട്ടാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. അടുത്ത ഒരു വേക്കൻസി വന്നിട്ടുള്ളത് മൊബൈൽ സർജറി യൂണിറ്റിലേക്കാണ്. അത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള വേക്കൻസിയാണ്, ത്രൂ ഔട്ട് കേരള വരുന്ന വേക്കൻസീസ് ആണ്. അത് വെറ്റിനറി സർജന്റെ 12 ഒഴിവുകളുണ്ട്. അതിന് അവർ ചോദിക്കുന്ന യോഗ്യത MBSc ആണ്, മാസ്റ്റർ ഇൻ വെറ്റിനറി സയൻസ് ആണ്, പ്ലസ് LMV ലൈസൻസും KSVC രജിസ്ട്രേഷനുമാണ്. അതിന്റെ സാലറി അല്പം കൂടി കൂടുതലാണ്, 61,100 ആണ് പറയുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് 60 വയസ്സാണ്. മൊബൈൽ സർജറി യൂണിറ്റിൽ തന്നെ വെറ്റിനറി സർജന്റെ വീണ്ടും വേക്കൻസീസ് വരുന്നുണ്ട്. BVSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസി ഉണ്ട്. അതിന് 12 ഒഴിവുകളാണ് പറയുന്നത്. അതിന്റെ ഏജ് ലിമിറ്റ് 60 വയസ്സും അതിന്റെ സാലറി വരുന്നത് 56,100 ആണ്. ഈ മൊബൈൽ സർജറി യൂണിറ്റിൽ തന്നെ വീണ്ടും ഡ്രൈവേഴ്സിന്റെ വേക്കൻസി വരുന്നുണ്ട്. 12 ഒഴിവുകൾ വീണ്ടും വരുന്നുണ്ട്. ഇതിനും യോഗ്യത സെയിം തന്നെയാണ്, നല്ല ശാരീരിക ക്ഷമത പ്ലസ് വാലിഡ് ആയിട്ടുള്ള LMV 4 വീലർ LMV ഡ്രൈവിംഗ് ലൈസൻസ് ആണ് പറയുന്നത്. ഇതിന്റെ ഏജ് ലിമിറ്റ് 45 വയസ്സാണ്. ഇതിന്റെ സാലറി അവർ പറയുന്നത് 20,065 രൂപ തന്നെയാണ്. അതുകൂടാതെ തിരുവനന്തപുരത്തുള്ള ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കോൾ സെന്റർ ഫെസിലിറ്റി വരുന്നുണ്ട്. അവിടെയും വീണ്ടും വെറ്റിനറി സർജന്റെ വേക്കൻസി വരുന്നുണ്ട്. വെറ്റിനറി സർജന്റെ 3 ഒഴിവുകളും വെറ്റിനറി സർജന്, അത് ടെലി വെറ്റിനറി മെഡിസിൻ വിഭാഗത്തിൽ ഒരു വേക്കൻസിയും വരുന്നുണ്ട്. രണ്ടിനും ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ പറയുന്നത് BVSc ആണ്, ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആണ്. സോ ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ഈ ഒരു വെറ്റിനറി മേഖലയിൽ ബിരുദം കഴിഞ്ഞവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. ഒരുപാട് ഒഴിവുകൾ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഡ്രൈവിംഗ് യോഗ്യത ഉള്ളവരെ സംബന്ധിച്ചും വളരെ നല്ലൊരു അവസരമാണ്. കാരണം ഇതിൽ LMV ലൈസൻസ് മാത്രമാണ് ചോദിക്കുന്നത്, HMV ചോദിക്കുന്നില്ല, അതുപോലെ മറ്റ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല. നല്ല ശാരീരിക ക്ഷമത പ്ലസ് വാലിഡ് ആയിട്ടുള്ള ഒരു LMV ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി വളരെ സിമ്പിളായിട്ട് നേടാവുന്നതാണ്. ഇനി ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ, മൃഗ ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടാവും, അതുപോലെ മറ്റ് എക്സാം ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേറെ ഡ്രൈവറിന്റെ സെലക്ഷൻ രീതി നോക്കുകയാണെങ്കിൽ ഡ്രൈവറിന് മെയിൻലി ഒരു ഡ്രൈവിംഗ് ടെസ്റ്റും ഉണ്ടാവും, അതുപോലെ ഈ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അങ്ങനെയാണ് ഇതിന്റെ ഒരു സെലക്ഷൻ രീതി വരുന്നത്. അതുകൂടാതെ സംവരണ പ്രകാരത്തിലുള്ള നിയമനം കാര്യങ്ങളായിരിക്കും ഇതിൽ വരുന്നത്.
ഇനി ഇതിൽ പറയാനുള്ള മറ്റു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന തീയതി 9/3/2024 ടു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത് 9/4/2024 ആണ്. ഇനി ഇതിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരു ആപ്ലിക്കേഷൻ ഫീ അവർ വാങ്ങുന്നുണ്ട്. ദ ആപ്ലിക്കേഷൻ ഫീ ഫോർ ദ പോസ്റ്റ് ഓഫ് വെറ്റിനറി സർജന് 2500 രൂപയും ഡ്രൈവർ കം അറ്റൻഡന്റ് പോസ്റ്റിന് 2000 രൂപയുമാണ് ഇവർ ആപ്ലിക്കേഷൻ ഫീസ് വാങ്ങുന്നത്. സോ ഓരോ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യും തോറും, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ മൊബൈൽ സർജറി യൂണിറ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു 2000 അപേക്ഷ ഫീസ് കൊടുത്ത് നിങ്ങൾ ചെയ്യണം. ഇനി മറ്റ് മേഖലയിലേക്ക്, അതായത് മൊബൈൽ സർജറി യൂണിറ്റ് അല്ലാതെ മൊബൈൽ വെറ്റിനറി യൂണിറ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ വീണ്ടും ഒരു 2000 രൂപ കൊടുത്ത് അപ്ലൈ ചെയ്യണം എന്നൊരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക. കാരണം ഈ ഡ്രൈവർ ഒഴിവുകൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മൊബൈൽ വെറ്റിനറി യൂണിറ്റിലാണ് 156 ഒഴിവുകൾ വന്നിട്ടുള്ളത്. പിന്നെ മൊബൈൽ സർജറി യൂണിറ്റിലാണ് ഈ ഒരു 12 ഒഴിവുകൾ വന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ്, അതായത് ഏത് യൂണിറ്റിലേക്കാണോ അപ്ലൈ ചെയ്യേണ്ടത് അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സ്ഥിര നിയമനമല്ല. ഇനീഷ്യലി ഒരു താൽക്കാലിക നിയമനത്തെ എന്ന രീതിയിലാണ് അവർ അപേക്ഷ ക്ഷണിക്കുന്നത്. ഇനീഷ്യലി ഫോർ എ പീരീഡ് ഓഫ് 1 year ഇൻ മൊബൈൽ വെറ്റിനറി യൂണിറ്റ്സ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ഡോർ സ്റ്റെപ്പ് ആൻഡ് ഡൊമിസിലറി വെറ്റിനറി സർവീസ്. അതേപോലെ ദ കോൺട്രാക്ട് മേ ബി എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദ ഇനീഷ്യൽ 1 year പീരീഡ്. അതായത് ആവശ്യമാണെങ്കിൽ ഈ ഒരു വർഷത്തിൽ കൂടുതൽ ഈ ഒരു കോൺട്രാക്ട് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് എന്ന് അവർ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. സോ ഡ്രൈവിംഗ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ്. അത്യാവശ്യം മോശമല്ലാത്ത ഒരു സാലറിയും നിങ്ങൾ കാണുന്നുണ്ട് ഇതിൽ. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അപ്ലൈ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലെത്തി സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്നുകൂടി ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ CMDയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി അത് ബുദ്ധിമുട്ടുള്ള, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഇതാണ് അവരുടെ വെബ്സൈറ്റ് വരുന്നത്. സെൻറ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റ് വഴി തന്നെയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. cmd.kerala.gov.in എന്നാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. ഈ ഒരു വെബ്സൈറ്റ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കയറിയാൽ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിൽ 1, 2, 3 ഈ ഒരു മൂന്നാമത്തെ പോയിന്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. റിക്രൂട്ട്മെന്റ് ഫോർ സെലക്ഷൻ ടു വേരിയസ് ടെമ്പററി കോൺട്രാക്ട് പോസ്റ്റ് ഇൻ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ്. അത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള ഒരു വെബ് പേജ് ആണ് നിങ്ങൾക്ക് വരിക. ഈ ഒരു വെബ് പേജിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് ഈ ഒരു വ്യൂ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു എൻ്റയർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യാനായിട്ട് വീണ്ടും ഈ ഒരു വെബ്സൈറ്റിൽ വരിക. ഈ ഒരു അപ്ലൈ ഓൺലൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.